ആണ്. അതിലെന്താ പറയുന്നത്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് മോർ ദാൻ 50 ബെഡ്സ്. മോർ ദാൻ 50 ബെഡ്സ് ഉണ്ടെങ്കിൽ അത് HCO വരും. ലെസ് ദാൻ 50 ബെഡ്സ് ആണെങ്കിൽ അത് SHCO വരും. ഓക്കെ. പിന്നെന്തായിരുന്നു പഠിച്ചത്? കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ NAB. കമ്മിറ്റീസ്. ഓക്കെ. ഏതൊക്കെ കമ്മിറ്റീസ് പഠിച്ചു? ഏതെങ്കിലും രണ്ടെണ്ണം പറഞ്ഞ. ഏത് കമ്മിറ്റി? ഏതെങ്കിലും 2 കമ്മിറ്റീസ്? From persons from clinical nursing and എന്തോ ക്ലിയർ ആയില്ല. committee persons from clinical nursing and medical administration areas. നമ്മളൊരു 8 കമ്മിറ്റീസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി, then pharmacy and therapeutic കമ്മിറ്റി. ഓക്കെ. then കോഡ് ബ്ലൂ കമ്മിറ്റി. പിന്നെ ഏതൊക്കെയായിരുന്നു? Blood transfusion committee. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി. പിന്നെന്തായിരുന്നു? Record review committee. ഓക്കെ. then disciplinary and grievance handling committee. last one is internal complaints committee. പിന്നെ നമ്മളൊരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിൽ ഒരു 10 എണ്ണം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നാബിന്റെ അതിൽ 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതിൽ 10 എണ്ണമല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലാസ്റ്റ് ക്ലാസ്സിൽ. പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു 3 എണ്ണം പറഞ്ഞ നാബിന്റെ. ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഡിസ്ചാർജിന് എടുക്കുന്ന ടൈമിന്റെ ബേസിലാണ് അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. നാബ് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ടൈമില് ഒരു പേഷ്യന്റിന്റെ ഡിസ്ചാർജിന് എടുക്കുന്ന ടൈം അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തൊക്കെ ഫാക്ടേഴ്സ് നോക്കുന്നുണ്ട്? ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്. ഇനീഷ്യൽ അസസ്മെന്റിന് പ്രാഥമിക വിലയിരുത്തലിന് എടുക്കുന്ന ടൈം ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. അങ്ങനെ ഒരു 10 ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചു. ഓക്കെ. അപ്പോ നെക്സ്റ്റ് വൺ, percentage of medical records having imperfect or improper consent. Okay, 1 second. Sixth page, Rijo. Sixth page, Rijo. Page number 6. Okay. Screen clear അല്ലേ ജാസ്മിൻ? ഓക്കെ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് പോയിന്റ് ഏതാണ്? Percentage of medical records. Percentage of medical records having imperfect or improper consent. ഓക്കെ. നമുക്കറിയാം ഹോസ്പിറ്റൽസിൽ ചെല്ലുന്ന രോഗികളുടെ റിപ്പോർട്ട്സ്, മെഡിക്കൽ റിപ്പോർട്ട്സ് അവര് കീപ്പ് ചെയ്യാറുണ്ട്, അത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പൊ മെഡിക്കൽ റിപ്പോർട്ട്സിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്? എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട് മെഡിക്കൽ റിപ്പോർട്ട്സിൽ? ആ പേഷ്യൻസിന്റെ ഹിസ്റ്ററി, എല്ലാ ഡീറ്റെയിൽസും അതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ എന്തൊക്കെയായിരിക്കും ഒരു മെഡിക്കൽ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കുന്നത്? ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റിപ്പോർട്ടിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുന്നത്? ഏതൊക്കെയാണ്? പേഷ്യന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും. ഓക്കെ. പിന്നെ ക്ലിനിക്കൽ ഫൈൻഡിങ്സ്. ഓക്കെ. എന്തൊക്കെ കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് റിസൾട്ട്സ്. നമുക്കറിയാം രോഗനിർണയത്തിന് പലതരം ടെസ്റ്റുകൾ എടുക്കും. ഓക്കെ. ആ ടെസ്റ്റിന്റെ റിസൾട്ടിനെ കുറിച്ചും ആ മെഡിക്കൽ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. പിന്നെന്താണ്? പേഷ്യൻസിന് ആ ഡയഗ്നോസ്റ്റിക്സിന് ശേഷം, ആ സ്റ്റേജിന് ശേഷം പേഷ്യൻസിനുണ്ടായ പ്രോഗ്രസ്, അല്ലെങ്കിൽ പേഷ്യന്റിന് കൊടുത്തിരിക്കുന്ന മെഡിക്കേഷൻസ്, ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ആ മെഡിക്കൽ റിപ്പോർട്ട്സിൽ ഉണ്ടായിരിക്കും. ഓക്കെ. പിന്നെന്താണ്? ഹോസ്പിറ്റൽസിൽ പല സർജറി ടൈമിലും പേഷ്യൻസിന് സൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ. സമ്മതപത്രം. ഓക്കെ. സൈൻ ചെയ്യാറില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള
മെഡിക്കൽ റിപ്പോർട്ട്സിന്റെയും ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ട്സിന്റെയും പിന്നെന്താണ് മെഡിക്കൽ റെക്കോർഡ്സും ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള കോൺസെന്റ് അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള കോൺസെന്റിന്റെയും ഒരു പെർസെന്റേജ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ആ പേഴ്സന്റേജിന്റെയും ബേസിലാണ് നാബ് എന്താ അക്രഡിറ്റേഷൻ ആ ഹോസ്പിറ്റലിന് കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഒരു മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച്. ഓക്കെ, ഫർദർ ചെക്കപ്പിന് ചെല്ലുമ്പോൾ ഈ മെഡിക്കൽ റെക്കോർഡ്സ് ആവശ്യമാണ്. ഓക്കെ, അപ്പോ അത് പ്രോപ്പർ ആയിട്ടാണോ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ദെൻ പിന്നെന്താണ് ഇംപ്രോപ്പർ ആയിട്ടുള്ള കോൺസെന്റ്. ഓക്കെ, ഇതിന്റെ എല്ലാം പേഴ്സെന്റേജ് നാബ് ചെക്ക് ചെയ്യാറുണ്ട് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ടൈമിൽ. ഓക്കെ, ആ പോയിന്റ് ക്ലിയർ ആയോ? പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ക്ലിയർ ആയി മിസ്സേ. ഓക്കെ, പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കോൺസെന്റ്. മെഡിക്കൽ റെക്കോർഡ് എങ്ങനെയായിരിക്കണം? പെർഫെക്റ്റ് ആയിരിക്കണം. അങ്ങനെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സിന്റെയും ഇംപ്രോപ്പർ ആയിട്ടുള്ള കോൺസെന്റിന്റെയും പെർസെന്റേജ് ചെക്ക് ചെയ്യും. ഓക്കെ, then the next one is percentage of transfusion reaction. എന്താണ് ട്രാൻസ്ഫ്യൂഷൻ? പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്താണ്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ടൈമിൽ പലതരം റിസ്ക് വരാൻ ചാൻസസ് ഉണ്ട്. ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ പെർസെന്റേജും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പെർസെന്റേജും നാബ് അക്രഡിറ്റേഷൻ കൊടുക്കണമോ എന്ന് തീരുമാനിക്കുന്ന ആ ടൈമിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ പോയിന്റ് ക്ലിയർ ആണോ? ജാസ്മിൻ, ഷാരോൺ, ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ക്ലിയർ ആ മിസ്സേ. Okay. Then the next one is percentage of cases who received suitable prophylactic antibiotics within the specified time frame. അറിയാം, സർജറീസ് ഒക്കെ ചെയ്യുന്നത് മുറിവുണ്ടാക്കിയാണ് അല്ലേ? ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ മുറിവിലൂടെ ഇൻഫെക്ഷൻസ് വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ആഫ്റ്റർ ഓപ്പറേഷൻ സർജറിക്ക് ശേഷം ഈ പേഷ്യന്റിന് ഇൻഫെക്ഷൻസ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ ഇതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി ഓപ്പറേഷന് സർജറിക്ക് മുൻപ് ഒരു 1 hour ബിഫോർ ഒരു പ്രൊഫിലാക്റ്റിക് ആന്റിബയോട്ടിക് നൽകാറുണ്ട്. ഓക്കെ, ഈ ആന്റിബയോട്ടിക് എന്തിനാ നൽകുന്നത്? എന്തിനു വേണ്ടിയാ ആന്റിബയോട്ടിക് നൽകുന്നത്? നമ്മുടെ ഈ ഇൻഫെക്ഷൻസ് വരാതിരിക്കാനായിട്ട്. ഓക്കെ, ആഫ്റ്റർ സർജറിക്ക് ശേഷം ഇൻഫെക്ഷൻസ് ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രൊഫിലാക്റ്റിക് ആന്റിബയോട്ടിക്സ്. ഓക്കെ, ഈ ആന്റിബയോട്ടിക്സ് നൽകാറുണ്ട് രോഗിയെ പേഷ്യന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി, ഇൻഫെക്ഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു ആന്റിബയോട്ടിക് നൽകാറുണ്ട്. ഓക്കെ, അപ്പൊ അത് പ്രോപ്പർ ആയിട്ടുള്ള ടൈമിലാണോ എന്ന് നോക്കണം. ഓക്കെ, നമ്മൾ പറഞ്ഞു ഒരു 1 hour ബിഫോർ എങ്കിലും നൽകിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അത് പ്രോപ്പർ ടൈമിലാണോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഫിലാക്റ്റിക് ആന്റിബയോട്ടിക് ആണോ നൽകുന്നതെന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിന്റെ പെർസെന്റേജും നാബും അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ടൈമിൽ കൺസിഡർ ചെയ്യാറുണ്ട്. ക്ലിയർ ആയോ? അത് പ്രൊഫിലാക്റ്റിക് ആന്റിബയോട്ടിക് ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് ഡ്യൂറിങ് സർജറി ടൈമിൽ അല്ലെങ്കിൽ സർജറിക്ക് ശേഷം ഇൻഫെക്ഷൻസ് വരാതെ പേഷ്യന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നൽകുന്ന ഒരു ആന്റിബയോട്ടിക് ആണിത്. അപ്പൊ അത് പ്രോപ്പർ ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ആന്റിബയോട്ടിക് ആണോ നൽകുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ടൈം ഉണ്ട് കൊടുക്കേണ്ടതിന്. ഓക്കെ, ഇതൊക്കെ പാലിക്കുന്നുണ്ടോ? അതിന്റെ പെർസെന്റേജ് നാബ് അക്രഡിറ്റേഷൻ നൽകുന്ന സമയത്ത് കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, അതും ഒരു ഫാക്ടർ ആണ്. ഓക്കെ, ആ പോയിന്റ് ക്ലിയർ ആയോ? ക്ലിയർ ആയി. Okay, then percentage of surgeries where the organization procedures to prevent hostile events like wrong site, wrong patient and wrong surgery have been adhered to. ഇതിനെ കുറിച്ച് നമ്മുടെ മീഡിയാസിലൊക്കെ നമ്മൾ വൺസ് ഇൻ എ വീക്കെങ്കിലും ഒരു ന്യൂസ് വരാറുണ്ട്. ലാസ്റ്റ് വീക്കിലാണെന്ന് തോന്നുന്നു, നമുക്കൊരു കുട്ടിയുടെ കൈക്ക് ഓപ്പറേഷൻ വന്നിട്ട് നാവിൽ ഓപ്പറേഷൻ ചെയ്തത് ഓർക്കുന്നുണ്ടോ? ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അങ്ങനെ. അപ്പോ ഇതുപോലുള്ള രോഗി മാറിപ്പോകുക അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള സർജറി ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള പ്രോബ്ലം തടയുന്നതിന് വേണ്ടി ഹോസ്പിറ്റൽസിന് ഒരു പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ പാലിച്ചിട്ടാണോ സർജറി ചെയ്യുന്നത്? ഓക്കെ, അതിന്റെ ആ സർജറിയുടെ പെർസെന്റേജും ഈ
പ്രൊസീജിയേഴ്സ് ഒക്കെ പാലിച്ച് ചെയ്യുന്ന സർജറീസിന്റെ പെർസെന്റേജും കൺസിഡർ ചെയ്യാറുണ്ട് നാബ്. ഓക്കെ, ക്ലിയർ ആയോ? Yes, teacher. അപ്പൊ ഓർഗനൈസേഷന് ഒരു പ്രൊസീജിയർ ഉണ്ട്. ഓക്കെ, റോങ് പേഷ്യന്റ് ആണ്, ചിലപ്പോൾ റോങ് സർജറി ചെയ്യും, ഓക്കെ, ചിലപ്പോൾ റോങ് സൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി ഹോസ്പിറ്റൽസിന് ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയേഴ്സ് ഒക്കെ പാലിച്ച് ചെയ്യുന്ന സർജറീസിന്റെ പെർസെന്റേജ് ഇവിടെ ചെക്ക് ചെയ്യാറുണ്ട്. ദെൻ മെഡിക്കേഷൻ ഇറർ റേറ്റ് എന്തായിരിക്കാം? മെഡിക്കേഷൻ എറർ എന്തായിരിക്കാം? മെഡിക്കേഷൻ എറർ നമുക്ക് പറയാം, മരുന്ന് മാറിപ്പോകുക അല്ലെങ്കിൽ തെറ്റായ മരുന്നൊക്കെ നൽകുക. ഓക്കെ, ആ മെഡിക്കേഷൻ ആ ഇററിന്റെയും റേറ്റ് അവര് കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, മെഡിക്കേഷൻ ഇറർ റേറ്റ്. ഓക്കെ അല്ലെ ഷാരോൺ, ജാസ്മീൻ? ദ നെക്സ്റ്റ് വൺ ഈസ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. ഇപ്പോ പേഷ്യന്റിന് ഇൻഫെക്ഷൻ വരാതെ തടയുന്നത് പോലെ തന്നെ ആ സർജറി ചെയ്യുന്ന സമയം ആ സൈറ്റ്, ഓക്കെ, ആ ഏരിയയും എങ്ങനെയായിരിക്കണം? ഇൻഫെക്ഷൻ ഫ്രീ ആയിരിക്കണം. ഓക്കെ, ഇൻഫെക്ഷൻസ് തടയാനുള്ള എല്ലാ പ്രിക്കോഷൻസും ആ ഏരിയാസിലും എടുത്തിട്ടുണ്ടായിരിക്കണം. പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം? ഹാൻഡ് ഹൈജീൻ, സർജറി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ അസൈൻ ചെയ്തിട്ടുള്ള എല്ലാ നേഴ്സസും ഹാൻഡ് ഹൈജീൻസ് ഓക്കെ മസ്റ്റ് ആണ്. പിന്നെന്താണ്? ആ ഏരിയ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ എക്യുപ്മെന്റ്സ്, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാ എക്യുപ്മെന്റ്സും, ഓക്കെ, നീഡിൽസ്, സിസേഴ്സ്, അങ്ങനെയുള്ള എക്യുപ്മെന്റ്സും നമ്മളത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, ഡിസിൻഫെക്റ്റന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? പേഷ്യന്റിനെ പോലെ തന്നെ സർജറി ചെയ്യുന്ന സമയത്ത് ആ ഏരിയാസും എന്താണ്? ക്ലീൻ ആയിരിക്കണം. ഓക്കെ, അതിൽ നിന്നുള്ള ഇൻഫെക്ഷൻസ്, അതുമൂലം ഒരു പേഷ്യന്റിന് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ ചാൻസ് വരരുത്. ഓക്കെ, അത് ക്ലിയർ ആയോ? പെർസെന്റേജ് ഓഫ് സർജറീസ്, അതിന്റെ പെർസെന്റേജും, ഓക്കെ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് അതിന്റെ റേറ്റും ഈ നാബ് കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, ഇതൊക്കെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഓക്കെ, നാബ് ഒരു 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഹോസ്പിറ്റൽ ഇതിന്റെയൊക്കെ ബേസിലാണോ പെർഫോം ചെയ്യുന്നത്? ഇതൊക്കെ പാലിക്കുന്നുണ്ടോ ഹോസ്പിറ്റൽസ്? ഓക്കെ, അതിന്റെയൊക്കെ ബേസിലാണ് ഒരു ഹോസ്പിറ്റൽസിന് നാബ് അക്രഡിറ്റേഷൻ കൊടുക്കണമോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, then the next one is standardized mortality ratio in ICU. ICUല് മരണനിരക്ക്, ഓക്കെ, ICUയിൽ എത്തുന്ന മരണനിരക്കിന്റെ റേഷ്യോവും അവർ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ ആണോ അത്? Then return to the emergency department within 72 hours within similar presenting complaints. ഓക്കെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്ന ഒരു പേഷ്യന്റ് ട്രീറ്റ്മെന്റിന് ശേഷം തിരികെ വീട്ടിൽ പോകുന്നു. ഓക്കെ, ദെൻ 72 അവേഴ്സിന് ശേഷം അതേ സെയിം പ്രോബ്ലം ആയിട്ട് ആ പേഷ്യന്റ് തിരിച്ച് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എത്തിയാൽ എന്തായിരിക്കും അതിന്റെ റീസൺ? പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അവിടെ നടന്നിട്ടില്ല. ഓക്കെ, അപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യന്റ് 72 അവേഴ്സിന് ശേഷവും സെയിം പ്രോബ്ലം ആയിട്ട് അവിടെ എത്തിച്ചേർന്നാൽ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അവിടുന്ന് പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. ഓക്കെ, സോ അതിന്റെ റേറ്റും ഇങ്ങനെ എത്തുന്ന പേഷ്യൻസിന്റെ റേറ്റും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ജാസ്മിൻ, ഷാരോ? Yes, teacher. ഓക്കെ, then catheter related urinary tract infection rate. ഓക്കെ, ഇപ്പൊ സർജറി കഴിഞ്ഞ ടൈമിൽ അല്ലെങ്കിൽ ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസിന്, കിടപ്പ് രോഗികൾക്കൊക്കെ നമുക്കറിയാം യൂറിൻ പാസ് ചെയ്യുന്നതിന് ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോ ഈ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നതിലൂടെ, അപ്പൊ കാത്തീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്യൂബാണ്. ആ ട്യൂബ് ഇൻസേർട്ട് ചെയ്യണം. അതിലൂടെ യൂറിനറി ഇൻഫെക്ഷൻസ് വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ബ്ലാഡറിലോട്ട് ഈ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്ന ടൈമിലും അല്ലെങ്കിൽ അതിന് ശേഷമോ ആ പേഷ്യന്റിന് യൂറിനറി ഇൻഫെക്ഷൻസ് വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ,
ക്ലിയർ ആയോ അത്? Yes, ഇതിന്റെ teacher. റേറ്റും ഓക്കെ, ഇതിന്റെ റേറ്റും നാബ് കൺസിഡർ ചെയ്യാറുണ്ട്. ദെൻ എന്താ പറയുന്നത്? നെക്സ്റ്റ് വൺ ഈസ് ഓക്കെ, വെന്റിലേറ്റർ റിലേറ്റഡ് ന്യൂമോണിയ റേറ്റ്. ഓക്കെ, ന്യൂമോണിയ ബാധിച്ച് വെന്റിലേറ്ററിൽ എത്തുന്ന പേഷ്യൻസ് ഉണ്ട്, അവരുടെ റേറ്റും കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ. എന്താണ് സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്? സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് ഒരു തിൻ ആയിട്ടുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ട്യൂബാണ്. ഓക്കെ, അപ്പോ നമ്മുടെ കോളർ റൈറ്റ് സൈഡില് കോളർ ബോണിന്റെ താഴെയായിട്ടാണ് ഇത് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇൻസേർട്ട് ചെയ്യുന്ന ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു തിൻ ആയിട്ടുള്ള ട്യൂബാണ്. എന്തിനു വേണ്ടിയാണ് ഇത് ഇൻസേർട്ട് ചെയ്യുന്നത്? ചില ടൈമില് പല സിറ്റുവേഷൻസിലും എന്താണ് സെൻട്രൽ ലൈൻസ് യൂസ് ചെയ്യുന്നത് ഹൈ ക്വാണ്ടിറ്റി ഫ്ലൂയിഡ് അല്ലെങ്കിൽ മെഡിക്കേഷൻ നൽകുന്നതിന് വേണ്ടിയാണ് ഈ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, എവിടെയായിട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത്? റൈറ്റ് സൈഡില് കോളർ ബോണിന് താഴെയായിട്ടാണ് ഈ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇതിലൂടെ മെഡിസിൻസ് ഒക്കെ നൽകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇത് ഇൻസേർട്ട് ചെയ്യുന്നതിലൂടെ ചിലപ്പോൾ ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ അത്? അതിന്റെ റേറ്റും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, ഓക്കെ അല്ലേ ഷാരോൺ, ജാസ്മിൻ? Okay. ക്ലിയർ ആയോ? Okay. ദെൻ ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നുണ്ടോ? ഓക്കെ, ഹോസ്പിറ്റൽസ് പറയുന്ന എല്ലാ ഹാൻഡ് ഹൈജീൻസും എല്ലാ രീതിയിലുള്ള ഹൈജീൻസും പാലിച്ചാണോ ഹോസ്പിറ്റൽസിലെ നഴ്സസും ഡോക്ടേഴ്സ് ഒക്കെ രോഗിയെ ട്രീറ്റ് ചെയ്യുന്നത്? അപ്പൊ ഹാൻഡ് ഹൈജീൻസ് പാലിക്കുന്നുണ്ടോ, അതിന്റെ റേറ്റും ഇവിടെ കാൽക്കുലേറ്റ് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്, അതിന്റെ റേറ്റും ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. നമുക്കറിയാം, സർജറീസിന് തയ്യാറെടുത്ത ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ആ സർജറീസ് ടൈം ചില റീസൺസ് കാരണം മാറ്റിവെച്ചേക്കാം. സർജറി ടൈം അല്ല, ചിലപ്പോൾ ഡേ തന്നെ മാറ്റിവെച്ചേക്കാം. സർജറി ഡേയും മാറ്റിവെച്ചേക്കാം. അപ്പോ ഈ മാറ്റിവെക്കുന്ന എന്തായിരുന്നു? പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറി. അങ്ങനെ സർജറി റീഷെഡ്യൂൾ ചെയ്യും, വേറൊരു ദിവസത്തേക്ക് മാറ്റിവെക്കും. ഓക്കെ, പുനഃക്രമീകരിക്കും. അപ്പൊ അതിന്റെ പെർസെന്റേജും ഈ നാബ് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ടൈമിൽ കൺസിഡർ ചെയ്യാറുണ്ട്. അത് ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ. Then the next one is turnaround time for issue of blood and components. നമുക്കറിയാം, ബ്ലഡ് ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നാല് ലാബില് ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്ലഡ് സാമ്പിള് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കിട്ടുന്നതിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം ഉണ്ട്. ഓക്കെ, ചിലപ്പോ 1 to 2 hours വരെ, 1 മുതൽ 2 മണിക്കൂർ വരെ എടുക്കാറുണ്ട് ആ ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ബ്ലഡ് സാമ്പിളിന്റെ റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി. ഓക്കെ, അപ്പൊ ഈ ടൈം, അതിന് എടുക്കുന്ന ടൈം 1 മുതൽ 2 മണിക്കൂർ വരെ എടുക്കാറുണ്ട്. അപ്പോ ഇത്തരത്തിൽ എടുക്കുന്ന ടൈമും അതിന്റെ റേറ്റും ആ ടൈമും ചെക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, റിസൾട്ട് പ്രൊവൈഡ് ചെയ്യാൻ എടുക്കുന്ന സമയവും അവർ ചെക്ക് ചെയ്യാറുണ്ട്. ക്ലിയർ ആണോ? ആരാ ചെക്ക് ചെയ്യുന്നത്? നാബ് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ടൈമിൽ ഇതും കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, ഹോസ്പിറ്റൽസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, പല ഫാക്ടേഴ്സും അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ ഫാക്ടേഴ്സ് ഒക്കെ അല്ലെങ്കിൽ ആ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും നാബ് പ്രൊവൈഡ് ചെയ്യുന്ന നാബ് പറയുന്ന എല്ലാ ഇൻഡിക്കേറ്റേഴ്സും ഹോസ്പിറ്റൽസ് പാലിക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷമാണ് നാബ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ബ്ലഡ് സാമ്പിൾ അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് കൊടുക്കുന്നതിന് എടുക്കുന്ന ടൈമും ഒരു ഫാക്ടർ ആണ് ഇതില്. ഓക്കെ, ദെൻ എന്താണ് നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്സ്. നേഴ്സ് പേഷ്യന്റ് റേഷ്യോ എന്താണ്? നേഴ്സ് പേഷ്യന്റ് റേഷ്യോ എന്ന് പറയുന്നത് ജാസ്മിൻ എന്തായിരിക്കാം നേഴ്സ് പേഷ്യന്റ് റേഷ്യോ?
ഒരു നഴ്സിന് ഒരു പേഷ്യന്റ് എന്താ ഓക്കെ, ICU അല്ലെങ്കിൽ വാർഡ് എവിടെയായാലും നമ്മൾ പേഷ്യൻസിന് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നേഴ്സിനെ വെക്കാറുണ്ട് അല്ലേ? അപ്പൊ ഈ നേഴ്സസിന്റെ റേഷ്യോ ഇപ്പൊ നമ്മുടെ ജനറൽ വാർഡ്, സാധാരണ ജനറൽ വാർഡിലാണെങ്കിൽ 6 പേഷ്യന്റിന് ഒരു നേഴ്സാണ്. ഓക്കെ, ദെൻ സ്പെഷ്യാലിറ്റി വാർഡിലാണെങ്കിൽ 4 പേഷ്യന്റിനാണ് ഒരു നേഴ്സ്. ഓക്കെ, ICUയിൽ എങ്ങനെയാണ്? ഒരു പേഷ്യന്റ് 1:1 ആണ്, ഒരു പേഷ്യന്റിന് ഒരു നേഴ്സ്. ഓക്കെ, ഇതാണ് നേഴ്സ് പേഷ്യന്റ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോ നേഴ്സ് പേഷ്യന്റിന് അസൈൻ ചെയ്യാനായിട്ട് പേഷ്യന്റിന് വേണ്ടി നിൽക്കുന്ന സ്റ്റാഫുകളുടെ എണ്ണമാണ്. ഓക്കെ, അപ്പോ ജനറൽ വാർഡിലാണെങ്കിൽ 1:6 ആണ്. ദെൻ സ്പെഷ്യാലിറ്റി വാർഡിലാണെങ്കിൽ 1:4 ആണ്. ദെൻ ICUയിലാണെങ്കിൽ അത് 1:1 ആണ്. ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പരിചരിക്കാൻ വേണ്ടി, കെയർ ചെയ്യാൻ വേണ്ടി ഒരു നേഴ്സ് അവിടെ ഉണ്ടായിരിക്കും. പക്ഷെ ജനറൽ വാർഡിലെ കേസ് എങ്ങനെയാണ്? 6 പേഷ്യന്റിന് വേണ്ടി ആയിരിക്കും ഒരു നേഴ്സിനെ അവിടെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുന്നത്. ഓക്കെ, അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് റേഷ്യോ. അപ്പൊ ഈ റേഷ്യോ, ഈ പേഷ്യന്റ് നേഴ്സ് റേഷ്യോ ഹോസ്പിറ്റൽസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അപ്പൊ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് നാബ് അക്രഡിറ്റേഷന്റെ ആ ടൈമിൽ ചെക്ക് ചെയ്യാറുണ്ട്, കൺസിഡർ ചെയ്യാറുണ്ട്. ഇതും ഒരു ഈ നേഴ്സ് പേഷ്യന്റ് റേഷ്യോവും ഒരു ഫാക്ടറാണ്. ഓക്കെ, ക്ലിയർ ആയോ അത്? Then waiting time for outpatient consultation. എന്താണ് ഔട്ട്പേഷ്യന്റ്? Who is outpatient? ഷാരോൺ, ഔട്ട്പേഷ്യന്റ് ആരാണ്? ഷാരോൺ പുറത്തുനിന്ന് ആരാണ്? വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട്പേഷ്യന്റ് കൺസൾട്ടേഷൻ, അതായത് ട്രീറ്റ്മെന്റിന് വേണ്ടി അഡ്മിറ്റ് ആകാത്ത രോഗികളില്ലേ, ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഹോസ്പിറ്റലിൽ വന്നിട്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് പോകാം. ഓക്കെ, ഡോക്ടറെ കണ്ടിട്ട് പോകാം. അത്തരത്തിലുള്ള പേഷ്യന്റ് ആണ് ഔട്ട് പേഷ്യന്റ്. ഓക്കെ, ഔട്ട് പേഷ്യന്റ്. ക്ലിയർ ആയോ ഷാരോൺ? ക്ലിയർ ആയി മിസ്സേ. അഡ്മിറ്റ് എടുക്കാതെ, അതായത് പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നിട്ട് അഡ്മിറ്റ് ആകാതെ ട്രീറ്റ്മെന്റിന് വേണ്ടി മാത്രം വരുന്ന പേഷ്യന്റ് ഇല്ല, അതാണ് ഔട്ട് പേഷ്യന്റ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഔട്ട് പേഷ്യന്റ് അവരുടെ കൺസൾട്ടേഷൻസ്, അവർക്ക് എത്ര വെയിറ്റിംഗ് ടൈം, ഓക്കെ, ട്രീറ്റ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ ഡോക്ടറെ കാണുന്നതിന് വേണ്ടി എത്ര ടൈം വെയിറ്റ് ചെയ്യണം? നമുക്കറിയാം, ഒരു ഹോസ്പിറ്റൽസിൽ നമ്മൾ ആദ്യം ചെന്ന് എന്താ ചെയ്യേണ്ടത്? ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ട്, അത് നമ്മൾ പാലിച്ചിട്ടുണ്ടായിരിക്കണം. എന്താ ചെയ്യുന്നത്? ഹോസ്പിറ്റലിൽ ചെന്നാൽ നേരെ നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റുമോ? അതിനു മുമ്പ് കുറച്ച് പ്രൊസീജിയർ ഒക്കെ ഉണ്ട്. എന്തൊക്കെയാണ്? നമ്മൾ ഫസ്റ്റ് ചെന്ന് എന്താ കാണുന്നത് ഹോസ്പിറ്റൽസില്? റിസപ്ഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, റിസപ്ഷനിൽ ചെന്നിട്ട് നമ്മൾ ടോക്കൺ എടുക്കും അല്ലേ? അതിനുശേഷം ആ നമ്പർ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അതിനുശേഷമല്ലേ ഡോക്ടറെ കാണാൻ കഴിയുന്നത്. അപ്പൊ ഇതിനെടുക്കുന്ന ടൈം, ഓക്കെ, ഇതിനെടുക്കുന്ന ടൈം, വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ എടുക്കുന്ന ടൈം, അതും കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആ മിസ്സേ. ഓക്കെ, ദെൻ വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ്. എന്താ അതിൽ പറയുന്നത്? രോഗനിർണയത്തിന് എടുക്കുന്ന ടൈം. അതേപോലെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് രോഗം തിരിച്ചറിയുന്നതിന് പല സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, അതിനുശേഷം ഈ രോഗനിർണയത്തിന് എടുക്കുന്ന ടൈമും ഒരു ഫാക്ടറാണ്. ഓക്കെ ആണോ? ഇപ്പൊ എന്തൊക്കെയാണ്? വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടന്റ്, ഔട്ട് പേഷ്യന്റിന്റെ കൺസൾട്ടേഷൻ എടുക്കുന്ന ടൈം, പിന്നെന്താണ്? ഡയഗ്നോസ്റ്റിക്സിന് എടുക്കുന്ന സമയം, രോഗനിർണയത്തിന് എടുക്കുന്ന ടൈമും ഒരു ഫാക്ടറാണ്. ഓക്കെ, then stock out rate of emergency medications. എമർജൻസി മെഡിക്കേഷൻ സ്റ്റോക്ക് ഔട്ട് ആയാൽ എന്ത് ചെയ്യും? ഓക്കെ, അപ്പൊ ഇത്തരം സിറ്റുവേഷൻസിൽ വളരെ ഇതാണ്, ഡേഞ്ചർ ആണല്ലോ. എമർജൻസി ആയിട്ട് കൊടുക്കേണ്ട മെഡിക്കേഷൻ ആയിരിക്കും, അത് സ്റ്റോക്ക് ഔട്ട് ആകാതെ ചെക്ക് ചെയ്യേണ്ടത്, റീഫില്ല് ചെയ്യേണ്ടത് ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കേസസും നമ്മുടെ നാബ് അക്രഡിറ്റേഷൻ ടൈമിൽ കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, അതും ഒരു ഫാക്ടറാണ്. ഓക്കെ, അതും ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ. ഓക്കെ, ക്ലിയർ ആയോ അത്? ക്ലിയർ ആയോ ജാസ്മിൻ, ഷാരോൺ? ഓക്കെ,
ദെൻ പേഷ്യന്റ് ഫോൾ റേറ്റ്. ഇപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം ഒരു പേഷ്യന്റ് വീണു, ഓക്കെ, അതിലൂടെ ഇഞ്ചുറി സംഭവിച്ചു. ചിലപ്പോൾ ആ ഇഞ്ചുറി സിവിയർ ആവാൻ, സീരിയസ് ആകാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ട്, ഓക്കെ. അപ്പൊ ഈ സിറ്റുവേഷൻസിലെയും അല്ലെങ്കിൽ അതിന്റെ റേറ്റും ഈ നാബ് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്, കൺസിഡർ ചെയ്യാറുണ്ട്, ഓക്കെ. ക്ലിയർ ആണോ ഇത്? Then the incidence of needle stick injuries. എന്താണ് അതിൽ പറയുന്നത്? ജാസ്മിൻ, എന്തായിരിക്കും അതിൽ പറയുന്നത്? ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. നീഡിൽ കൊണ്ട് എന്തെങ്കിലും ഇങ്ങനെ ഷാർപ്സ് കൊണ്ടോ അല്ലെങ്കിൽ നീഡിൽ കൊണ്ടോ പേഷ്യൻസിന് ഇഞ്ചുറീസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്, ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള നീഡിൽസ് അല്ലെങ്കിൽ ഷാർപ്സ് ഒബ്ജക്റ്റിനെയൊക്കെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യേണ്ടത് ഹെൽത്ത് കെയർ സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്, ഓക്കെ. അതിലുള്ള വീഴ്ച മൂലമല്ലേ ഒരു പേഷ്യന്റിന് ഇഞ്ചുറീസ് ഉണ്ടാകുന്നത്. അത് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാത്തത് കൊണ്ടാണല്ലോ ഒരു പേഷ്യന്റിന് ഇഞ്ചുറി ഉണ്ടാകുന്നത്. അപ്പൊ ഇതിന്റെ റേറ്റും അങ്ങനെ നീഡിൽസ് മൂലമോ അല്ലെങ്കിൽ ഷാർപ്പ് ഒബ്ജക്ട്സ് മൂലമോ ഒരു പേഷ്യന്റിന് ഉണ്ടാകുന്ന ഇഞ്ചുറീസ്, അതിന്റെ റേറ്റും നാബ് കൺസിഡർ ചെയ്യാറുണ്ട്, ഓക്കെ. ക്ലിയർ ആയോ? Then suitable handovers during shift change. ഹോസ്പിറ്റൽസിൽ ഷിഫ്റ്റ് ബേസിലാണ് പ്രവർത്തിക്കുന്നത് ഹോസ്പിറ്റൽസ്, അതറിയാലോ. സ്യൂട്ടബിൾ ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിങ് ഷിഫ്റ്റ് ചേഞ്ച്. അപ്പൊ ഷിഫ്റ്റ് ബേസിലാണ് ഹോസ്പിറ്റൽസ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ ഷിഫ്റ്റ് മാറുന്ന ടൈമില് ഇപ്പൊ നേഴ്സ് ആയാലും ഡോക്ടേഴ്സ് ആയാലും ഹാൻഡ് ഓവർ ചെയ്യേണ്ട ചില ഡാറ്റാസ് ഉണ്ട്. അതിൽ എന്തൊക്കെയായിരിക്കാം? അവരുടെ ഡെയിലി ടാസ്കിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സിനെ കുറിച്ചായിരിക്കാം, ഓക്കെ. പ്രോസസ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആയിരിക്കാം, ഓക്കെ. ഇതൊക്കെ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്, ഓക്കെ. ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. മനസ്സിലായോ? ക്ലിയർ ആയോ അത്? ഷാരോൺ, ജാസ്മിൻ, ക്ലിയർ ആയോ? Okay. Then the next one is complaints rate to medication prescription in capital. ഓക്കെ, മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷനും ക്യാപിറ്റൽസിൽ എഴുതണം എന്നാണ് പറയുന്നത്, ഓക്കെ. അത് പാലിച്ചിട്ടുണ്ടോ എന്ന് നാബ് ചെക്ക് ചെയ്യാറുണ്ട്. നമുക്ക് മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ തരുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിരിക്കണം, ക്യാപിറ്റൽസിലായിരിക്കണം അത് എഴുതേണ്ടത്. ഇത്തരത്തിലുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന ടൈമിൽ, ഓക്കെ. അതൊക്കെ ഇത്തരത്തിലുള്ള പ്രിസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പാലിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാറുണ്ട്. നാബ് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ടൈമിൽ ഈ ഒരു ഫാക്ടറും ചെക്ക് ചെയ്യാറുണ്ട്, ഓക്കെ. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഓക്കെ, signage that includes patient rights and responsibility. നമുക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാണാം, ചിലപ്പോൾ അവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഒരു സൈനേജ് പോലെ. എന്താണ്? പേഷ്യൻസിന്റെ റൈറ്റിനെ കുറിച്ചും റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചൊക്കെ ഒരു ബോർഡ് അവിടെ കാണാം. കണ്ടിട്ടുണ്ടോ? പേഷ്യൻസിന്റെ റൈറ്റ്സിനെ കുറിച്ചും അവകാശങ്ങളെ കുറിച്ചും പേഷ്യന്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചൊക്കെ ഒരു സൈനേജ് നമുക്ക് ഹോസ്പിറ്റലിൽ കാണാവുന്നതാണ്, ഓക്കെ. അങ്ങനെയുള്ള സൈനേജുകളും ഹോസ്പിറ്റൽസിൽ ഉണ്ടോ എന്ന് നമ്മുടെ നാബ് അക്രഡിറ്റേഷൻ ടൈമിൽ കൺസിഡർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചെക്ക് ചെയ്യാറുണ്ട്, ഓക്കെ. ഇപ്പൊ മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ചില സൈനേജ് കാണാം, ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നാബ് ചെക്ക് ചെയ്യാറുണ്ട്. ക്ലിയർ ആണോ അത്? ക്ലിയർ ആ മിസ്സേ. ഓക്കെ, ദെൻ സ്റ്റാഫ് ട്രെയിനിങ് റെക്കോർഡ്. ഒരു വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഹോസ്പിറ്റലിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ സ്റ്റാഫും എങ്ങനെയായിരിക്കണം? ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ആയിരിക്കണം, ഓക്കെ. എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്? എന്തിനു വേണ്ടിയാണ് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് വേണമെന്ന് നിഷ്കർഷിക്കുന്നത് ഹോസ്പിറ്റൽസിൽ? ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്?
അവർക്കാണ് ഒരു സിറ്റുവേഷൻ വന്നാൽ, എമർജൻസി സിറ്റുവേഷൻ വന്നാൽ എങ്ങനെയൊക്കെയാണ് പ്രോപ്പർ ആയിട്ട് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത്, ഏത് മെഡിക്കേഷൻ ആണ് പ്രൊവൈഡ് നൽകേണ്ടത്, ഏത് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത്, ഓക്കെ, ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ അവിടുത്തെ സറൗണ്ടിങ്സിനെ കുറിച്ചായിരിക്കണം, ഓക്കെ, ഹൈജീനെ കുറിച്ചായിരിക്കണം, വാട്ട് എവർ ഇറ്റ്സ്, ഏതൊക്കെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും സ്റ്റാഫ്സ് എങ്ങനെയായിരിക്കണം, ഹൈലി ട്രെയിൻഡ് സ്റ്റാഫ് ആയിരിക്കണം. ഓക്കെ ഓക്കെ, ക്ലിയർ ആണോ അത്? അപ്പൊ ആ റെക്കോർഡ്സും ആ സ്റ്റാഫിന്റെ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫിന്റെ റെക്കോർഡ്സും ഒക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആയി മിസ്സേ. ഓക്കെ, ദെൻ സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻസ്. എന്താണ് സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ? ഷാരോൺ, എന്തായിരിക്കും സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ? ജാസ്മിൻ, എന്താണ് സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ? എന്തായിരിക്കാം? ജാസ്മിൻ, ഓക്കെ. ഷാരോൺ, എന്താണ്? വാക്സിനുകളും പ്രതിരോധവും. ഇത് പേഷ്യന്റിന് മാത്രമാണോ? സ്റ്റാഫും എങ്ങനെയായിരിക്കണം? സ്റ്റാഫും വാക്സിനും പ്രതിരോധങ്ങളും എല്ലാം എടുത്തിരിക്കണം. ഓക്കെ. സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ, അതേപോലെ സ്റ്റാഫ് ട്രെയിൻഡ് ആയിരിക്കണം സ്റ്റാഫ്. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്? ആവശ്യമുള്ളപ്പോൾ ലീഗൽ ആയിട്ടുള്ള നിയമപരമായ നടപടികളും എടുക്കാം. ഓക്കെ, ഹോസ്പിറ്റൽസിന് നിയമപരമായ നടപടികളും ആവശ്യമുള്ള സമയത്ത് എടുക്കാവുന്നതാണ്. ഓക്കെ. Then hospital wide internal audit to be managed once in 6 months. 6 മാസത്തിൽ ഒരിക്കലെങ്കിലും, ഓക്കെ, once in 6 months, 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഹോസ്പിറ്റലിലെ ഇന്റേണൽ ഓഡിറ്റ് നടന്നിട്ടുണ്ടായിരിക്കണം. ഓക്കെ ഓക്കെ, അപ്പൊ അതിന്റെ റേറ്റ് ചെക്ക് ചെയ്യുന്നതാണ്. ടു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്ട് ഇൻ എ ഇയർ. ഒരു വർഷത്തില് 2 പ്രോജക്ട്സ്, ഹോസ്പിറ്റലുമായിട്ട് ഹോസ്പിറ്റൽസിന് ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഏതെങ്കിലും 2 പ്രോജക്ട്സ് ഓക്കെ നടപ്പിലാക്കിയിട്ടുണ്ടാകണം ഹോസ്പിറ്റൽസ്. ഒരു വർഷത്തിനുള്ളിൽ 2 പ്രോജക്റ്റ് എങ്കിലും ഹോസ്പിറ്റലിൽ നടപ്പിലാക്കിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഈ ഫാക്ടേഴ്സ്, ഓക്കെ, ഈ 2 പ്രോജക്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നാം അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ടൈമിൽ ചെക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, then incident report management, which consists of identification, reporting, reviewing and action on incidents. This could consist of a near miss, sentinel event, adverse events. Okay, എന്താ പറയുന്നത്? ഹോസ്പിറ്റൽസിലെ സർവീസിന് ചിലപ്പോൾ ഇൻട്രപ്ഷൻ ഒക്കെ ഉണ്ടായാൽ അല്ലെങ്കിൽ തടസ്സങ്ങളൊക്കെ നേരിട്ടാൽ അതിന്റെ സേവനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു IT ഓപ്പറേഷൻ ടീം ഉണ്ട്. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെയാണ് ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതില് പലതരം പ്രോസസ്സ് അവർ എടുക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് നടപടി, അതിനെതിരെ ഓക്കെ, ഹൂ വാസ് ഇൻവോൾവ്, ആരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ദെൻ വാട്ട് ഹാപ്പൻ, എന്താണ് സംഭവിച്ചത്, ഓക്കെ, എന്തുകൊണ്ടാണ് സംഭവിച്ചത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു IT ഓപ്പറേഷൻ ടീം ഉണ്ട്. ഓക്കെ, അത് ക്ലിയർ ആയോ? ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ് കുറിച്ച്, ആ ഇൻസിഡൻസിനെ കുറിച്ച് റിപ്പോർട്ട് മാനേജ് ചെയ്യുന്ന ഒരു ടീം ഉണ്ട് അവിടെ. ഓക്കെ, ക്ലിയർ ആണോ അത്? ക്ലിയർ ആ മിസ്. Okay, then quality indicators. എന്താണ് quality indicators എന്ന് പറഞ്ഞാല്? Quality indicators are otherwise called key performance indicators. Quality indicators ന്റെ മറ്റൊരു പേര് എന്താണ്? Key performance indicator. Okay, Sharon. Quality indicator or key performance indicator. Okay. Quality refers to degree of adherence to pre-established criteria or standards. എന്താണ് ക്വാളിറ്റി? ക്വാളിറ്റി എന്ന് പറയുന്നത് മുൻകൂട്ടി സ്ഥാപിച്ച, മുൻകൂട്ടി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഓക്കെ,
അപ്പൊ ഈ പാലിക്കുന്ന ഈ സ്റ്റാൻഡേർഡ്സും ക്രൈറ്റീരിയാസ് ഒക്കെ പാലിക്കുന്നതിന്റെ അളവിനെ ക്വാണ്ടിറ്റീനെ സൂചിപ്പിക്കുന്നതാണ് ക്വാളിറ്റി. ആ ഡിഗ്രിയെ സൂചിപ്പിക്കുന്നതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ചില പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ക്രൈറ്റീരിയാസും സ്റ്റാൻഡേർഡ്സും ഉണ്ട്. ഓക്കെ, അത് പാലിക്കുന്നതിന്റെ അളവിനെ, ആ ഡിഗ്രിയെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. വേറെ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? Indicated statistical measures of the performance of function, system or process over a period of time. ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ എങ്ങനെ ആ സിസ്റ്റം പ്രവർത്തിക്കുന്നു. ഓക്കെ, ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷന്റെ ബേസിൽ അനലൈസ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇൻഡിക്കേറ്റർ. ഓക്കെ, ഇൻഡിക്കേറ്റർ ക്ലിയർ ആയോ? ഇൻഡിക്കേറ്ററും ക്വാളിറ്റിയും. ക്വാളിറ്റി ഇൻഡിക്കേറ്ററിന്റെ മറ്റൊരു പേരാണ് എന്താണ് ഷാരോൺ? ക്വാളിറ്റി ഇൻഡിക്കേറ്റർ, key performance indicators. Key performance indicator. Quality refers to the degree of adherence to pre-established criteria or standards. എന്താണ് ക്വാളിറ്റി എന്ന് പറയുന്നത്? മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള, മുൻകൂട്ടി സ്ഥാപിതമായിട്ടുള്ള ക്രൈറ്റീരിയാസും സ്റ്റാൻഡേർഡ്സ് ഒക്കെ പാലിക്കുന്നതിന്റെ ആ ഒരു ഡിഗ്രി, ആ ഒരു അളവിനെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാത്തമാറ്റിക്കൽ കാൽക്കുലേഷന്റെ ബേസിൽ അതെങ്ങനെ പ്രവർത്തിക്കുന്നു, അതിന്റെ സിസ്റ്റം എങ്ങനെയാണ്, ആ പ്രോസസ് എങ്ങനെയാണ്, ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ആ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്ന, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷന്റെ ബേസിൽ അനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു മെഷർമെന്റ് ആണ്. ഓക്കെ, ഒരു പെർഫോമൻസ് എങ്ങനെ ചെയ്യുന്നു ആ ഹോസ്പിറ്റൽസ്. ഓക്കെ, അതിനെയാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി മിസ്സേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെ ബാക്കി ഡിസ്കസ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം ബാക്കിയുള്ള. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് വെച്ചായിരുന്നു. ഓക്കെ, ഹോസ്പിറ്റൽസ് പാലിക്കേണ്ട ചില ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്തായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? Time taken for internal adjustment of indoor patient. നമ്മള് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കോൺസെന്റ് അവിടെ വെച്ചായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ബാക്കി അത് മുന്നത്തെ ക്ലാസ്സിൽ എടുത്തതായിരുന്നില്ലേ? അതെ അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായിരുന്നു മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞു? പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യാറുണ്ട്. അപ്പോ പെർഫെക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ട്സ് ആയിരിക്കണം കീപ്പ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള കോൺസെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ് ഈ ലാബ് അക്രഡിറ്റേഷൻ നൽകുന്ന ടൈമിൽ കൺസിഡർ ചെയ്യാറുണ്ട്. അക്രഡിറ്റേഷൻ നൽകുന്ന ടൈമിലല്ല, അക്രഡിറ്റേഷൻ കൊടുക്കണമോ വേണ്ടോ ആ പ്രോസസ്സിൽ ആ ടൈമിൽ ചെക്ക് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, ഇതിനെന്താ പറയുന്നത്? പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ഇപ്പൊ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഡയാലിസിസ് സമയത്തൊക്കെ റിസ്ക് അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ റേഷ്യോവും അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഇൻസിഡൻസിന്റെ റേഷ്യോവും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അതിനെ ആ ഫാക്ടറിനെയും കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്തായിരുന്നു? Percentage of cases who received suitable prophylactic antibiotics within the specified time frame. എന്താണ് പ്രൊഫ്ലാറ്റിക് ആന്റിബയോട്ടിക്സ്? ഷാരോൺ, എന്താണ് പ്രൊഫ്ലാറ്റിക് ആന്റിബയോട്ടിക്സ് പറയുന്നത്? സർജറിക്ക് ശേഷം 1 hour മുമ്പ് ആന്റിബയോട്ടിക് കൊടുക്കുന്നതാണ്, ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ. ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യാൻ, ഇൻഫെക്ഷൻ വരാതെ ആ രോഗി, ആ പേഷ്യന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി 1 hour ബിഫോറെങ്കിലും കൊടുക്കേണ്ട ഒരു മരുന്നാണ്, ഒരു ആന്റിബയോട്ടിക് ആണ് പ്രൊഫ്ലാറ്റിക് ആന്റിബയോട്ടിക്. ഓക്കെ, അപ്പൊ ഈ സ്പെസിഫൈഡ്, നമ്മൾ പറഞ്ഞ സ്പെസിഫൈഡ് ആയിട്ടുള്ള ടൈം ഫ്രെയിം അവർ ഫോളോ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഫ്ലാറ്റിക് ആന്റിബയോട്ടിക്സ് ആണ് ഒരു പേഷ്യന്റിന് കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള ആ കേസസിന്റെ പെർസെന്റേജും ഇവർ ചെക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്? പെർസെന്റേജ് ഓഫ് സർജറീസ് വെയർ ദ ഓർഗനൈസേഷൻ പ്രൊസീജിയേഴ്സ് ടു പ്രിവെന്റ് ഹോസ്റ്റൈൽ ഇവന്റ്സ് ലൈക്ക് റോങ് സൈറ്റ്, റോങ് പേഷ്യന്റ് ആൻഡ് റോങ് സർജറി ഹാവ് ബീൻ അഡ്ഹിയർഡ് ടു. എന്താ പറയുന്നത്? ഇത്തരത്തിലുള്ള എന്താണ് രോഗി മാറിപ്പോകുക അല്ലെങ്കിൽ സർജറി മാറിപ്പോകുക, ഇത്തരത്തിലുള്ള കേസൊക്കെ തടയുന്നതിന് വേണ്ടി ഹോസ്പിറ്റൽസ് ഓർഗനൈസേഷൻ ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയേഴ്സ് പാലിച്ചിട്ടാണോ
ഈ സർജറി ചെയ്യുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള കേസസിന്റെ സർജറീസിന്റെ നമ്പേഴ്സും അതിന്റെ പെർസെന്റേജും കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ചെക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, മെഡിക്കേഷൻ എറർ അറിയാലോ, മരുന്ന്. നെക്സ്റ്റ് എന്താണ്? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ്. എന്താണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷനിൽ വരുന്നത്? എന്തൊക്കെ വരാം? എന്തായിരിക്കാം സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ? അതിൽ പറയുന്നത് എന്തായിരിക്കും? പേഷ്യന്റിന്റെ ഇൻഫെക്ഷൻ വരാതെ തടയുന്നത് പോലെ തന്നെ ആ ഏരിയയിൽ ക്ലീൻ ആയി, ആ ഏരിയ ഒക്കെ നല്ല ക്ലീൻ ആയിരിക്കണം. ഓക്കെ, അതിന്റെ എക്യുപ്മെന്റ്സ് എല്ലാം നല്ലതായിട്ട് ക്ലീൻ ആയിരിക്കണം. ഓക്കെ, അപ്പോ ഈ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് അതിന്റെ റേറ്റും അതിന്റെ റേറ്റും അവർ ആ സിറ്റുവേഷനും അവർ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാറുണ്ട്. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഫ്രീ ആണോ എന്നും ചെക്ക് ചെയ്യാറുണ്ട് അവർ. ഓക്കെ, സ്റ്റാൻഡേർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഇൻ ICU. ICUയിൽ എത്തുന്ന മരണനിരക്ക്, ICUയിലെ മരണനിരക്ക്, അതിന്റെ റേഷ്യോവും അവർ കൺസിഡർ ചെയ്യാറുണ്ട്. റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്തിൻ സിമിലർ പ്രസന്റിംഗ് കംപ്ലൈൻസ്. എന്തായിരിക്കും അതിൽ വരുന്നത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എത്തിയ ഒരു പേഷ്യന്റ് അതേ സെയിം പ്രോബ്ലം കൊണ്ട് തന്നെ 72 hours വീണ്ടും അവിടെ വരികയാണെങ്കിൽ അതിന്റെ റേഷ്യോ ആ ഒരു കണക്ക് ആ റേറ്റ് കൂടി അവരവിടെ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ദെൻ കാത്തറ്റർ റിലേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ്. നമ്മുടെ ബ്ലാഡറിലോട്ട് യൂറിൻ പാസ് ചെയ്യുന്നതിന് വേണ്ടി ചിലപ്പോൾ ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യന്റിനായിരിക്കാം, അല്ലെങ്കിൽ സർജറി കഴിഞ്ഞ ശേഷമുള്ള പേഷ്യന്റിനായിരിക്കാം നമ്മളൊരു ബ്ലാഡറിലോട്ട് ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്യാറുണ്ട്. ആ ഇൻസേർട്ട് ചെയ്യുന്നത് മൂലം പേഷ്യന്റിന് യൂറിനറി ഇൻഫെക്ഷൻസ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അതിന്റെ റേറ്റും ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ്. അതിലെന്താ പറയുന്നത്? സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് അത് എത്തരത്തിൽ വരുന്ന ഇൻഫെക്ഷൻ ആണ്? സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ എന്ത് മൂലം വരുന്ന ഇൻഫെക്ഷൻ ആണിത്? ബ്ലഡ് ചില സിറ്റുവേഷൻസ് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് കോളർ ബോണിന് താഴെയായിട്ട് ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്യാറുണ്ട്. എന്തിനായിരിക്കാം? ചിലപ്പോൾ മെഡിക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലൂയിഡ് കൊടുക്കുന്നതിന് വേണ്ടിയായിരിക്കാം. ഇനി ട്യൂബ് ഇൻസേർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നതിലൂടെ ചിലപ്പോൾ ഇൻഫെക്ഷൻസ് വരാൻ ചാൻസസ് ഉണ്ട്. ദെൻ ഹാൻഡ് ഹൈജീൻ. അത് കോമൺ ആണ്. ദെൻ പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. എന്താണ് അതിൽ പറയുന്നത്? സർജറി റീഷെഡ്യൂൾ ചെയ്യുക, മാറ്റിവെക്കുക. ചില കാരണങ്ങളാൽ എന്തെങ്കിലും കാരണങ്ങളാൽ സർജറി ഡേറ്റോ അല്ലെങ്കിൽ ടൈമോ മാറ്റിവെക്കേണ്ടി വരും. പുനഃസ്ഥാപിക്കേണ്ടി വരും, അല്ലെങ്കിൽ റീഷെഡ്യൂൾ ചെയ്യേണ്ടി വരും. അപ്പൊ ഇത്തരത്തിലുള്ള കേസസിന്റെ പേഴ്സൻറ്റേജും ഈ റീഷെഡ്യൂളിന്റെ പേഴ്സൻറ്റേജും ഇവർ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ദെൻ ടേണർ ഓൺ ടൈം ഓഫ് ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് കമ്പോണൻസ്. നമ്മൾ ബ്ലഡ് ടെസ്റ്റിന് ശേഷം അതിന്റെ റിസൾട്ട് കിട്ടുന്നത് വരെ എടുക്കുന്ന ടൈം, ആ ടൈം റിസൾട്ട് നൽകാനായിട്ട് എടുക്കുന്ന ടൈം, ആ ടൈമും ഇവർ ചെക്ക് ചെയ്യാറുണ്ട്. The nurse patient ratio for ICU and wards. എങ്ങനെയാണ് nurse patient ratio? എന്താണ് nurse patient ratio? നമ്മൾ പറഞ്ഞു ജനറൽ വാർഡിന് 6 പേഷ്യന്റിന് ഒരു നേഴ്സിനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്പെഷ്യാലിറ്റി വാർഡിലാണെങ്കിൽ അത് 4 പേഷ്യന്റിന് ഒരു നേഴ്സാണ്. ICUയിൽ എങ്ങനെയാണ്? ICUയിലെ nurse patient ratio എങ്ങനെയാണ്? 1:1. 1:1. ഒരു പേഷ്യന്റിനെ ഒരു നേഴ്സാണ് ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കെയർ ചെയ്യുന്നത്. അപ്പൊ ഹോസ്പിറ്റൽസ് ഈ നേഴ്സ് പേഷ്യന്റ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ഈ എല്ലാ റൂൾസും പാലിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാനായിട്ട് ആ ഒരു ഫാക്ടറും അവരവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. Then waiting time for outpatient consultant. എന്താണ് ഔട്ട് പേഷ്യന്റ്? ഔട്ട് പേഷ്യന്റ് അതെ, ട്രീറ്റ്മെന്റ് മാത്രം എടുത്തു പോകുന്നത്. അവർക്ക് ആ ടൈം എത്ര ടൈം വരെ എടുക്കുന്നുണ്ട്, ആ ടൈമും അവരവിടെ ചെക്ക് ചെയ്യുന്നു. വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ്. രോഗനിർണയത്തിന് എടുക്കുന്ന ടൈമും ഒരു ഫാക്ടറാണ്.
Then stock out rate of emergency medications. Emergency medication സ്റ്റോക്ക് ഔട്ട് ആയാല് ഓക്കെ ആ ഒരു ഫാക്ടറും ആ സിറ്റുവേഷൻസിനെയും അവർ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. Then patient fall rate, then incidence of needless sticks injuries. ഓക്കെ അഡ്മിറ്റ് ആയതിനു ശേഷം പേഷ്യൻസിന് പലതരം ഇഞ്ചുറീസ് സംഭവിക്കാൻ ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ വീഴ്ചയിൽ ചിലപ്പോൾ ഇഞ്ചുറീസ് ഉണ്ടാവാം. ആ ഇഞ്ചുറി സീരിയസ് ആകാൻ ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ നീഡിൽ കൊണ്ടോ അല്ലെങ്കിൽ ഷാർപ്പ് ഒബ്ജക്റ്റ് കൊണ്ടോ. ഇപ്പോൾ ഹെൽത്ത് കെയർ സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഒരു നീഡിലോ അല്ലെങ്കിൽ ഷാർപ്പ് ഒബ്ജക്ട്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആഫ്റ്റർ സർജറിക്ക് ശേഷം അതിനെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡ്യൂറിങ് സർജറി ടൈമിൽ അത് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ഓക്കെ പ്രോപ്പർ ആയിട്ട് കൈകാര്യം ചെയ്യേണ്ടത്, ഹാൻഡിൽ ചെയ്യേണ്ടത് ഒരു ഹെൽത്ത് കെയർ സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അതിൽ വീഴ്ച വരുത്തുന്നതിലൂടെ പേഷ്യൻസിന് ചില ഇഞ്ചുറീസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ റേറ്റും ഈ ഇഞ്ചുറീസിന്റെ റേറ്റും അവര് നാബ് അക്രഡിറ്റേഷൻ ബോർഡ് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്, കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, സ്യൂട്ടബിൾ ഷിഫ്റ്റ് ചേഞ്ചിൽ ചില ഡാറ്റാസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ സമയത്ത് എടുത്ത പ്രോസസ്സ് എന്തൊക്കെ പ്രോസസ്സ് ഉണ്ടായിരുന്നു അതായിരിക്കാം. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള ഡാറ്റാസ് അവര് ഷിഫ്റ്റ് ചേഞ്ചിന്റെ സമയത്ത് ഡോക്ടേഴ്സ് ആയാലും നേഴ്സ് ആയാലും പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. ഓക്കെ, ദെൻ കംപ്ലൈൻസ് റേറ്റ് മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ്. അപ്പോൾ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന സമയത്ത് ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ പോളിസീസ് ഒക്കെ നമ്മൾ പാലിച്ചിട്ടുണ്ടായിരിക്കണം, ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിരിക്കണം. ഇതൊക്കെ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പാലിക്കുന്നുണ്ടോ? ഓക്കെ, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിനെയും നമ്മുടെ നാബ് കൺസിഡർ ചെയ്യുന്നുണ്ട്. എന്താണ് സ്റ്റാഫ് ട്രെയിനിങ് റെക്കോർഡ്. പിന്നെ സൈനേജിനെ കുറിച്ച് ചില ബോർഡൊക്കെ സൈൻ ബോർഡൊക്കെ കാണാറില്ലേ ഹോസ്പിറ്റൽസിൽ? ഈവൻ മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണാം അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള ബോർഡൊക്കെ അവിടെ സ്ഥാപിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹോസ്പിറ്റൽസിൽ. ഓക്കെ, സ്റ്റാഫ് ട്രെയിനിങ് റെക്കോർഡ്. സ്റ്റാഫ് എങ്ങനെയായിരിക്കണം? ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ആയിരിക്കണം. ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫിന് മാത്രമാണ് എന്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ? ഒരു പ്രോപ്പർ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ ഏത് ട്രീറ്റ്മെന്റ് കൊടുക്കണം, ഏത് മെഡിക്കേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ എങ്ങനെ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം, ഓക്കെ, ഏത് എക്യുപ്മെന്റ്സ് ഒക്കെയാണ് ആ സമയത്ത് പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത് ഓക്കെ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫിനായിരിക്കും. ഓക്കെ, അപ്പോ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ്, ട്രെയിനിങ് സ്റ്റാഫിന്റെ റെക്കോർഡും കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ. ഓക്കെ, ദെൻ അത് കോമൺ ആണ്. ദെൻ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്, അതെന്താ പറയുന്നത്? നിയമപരമായ നടപടികളൊക്കെ എടുക്കണമെങ്കിൽ ഹോസ്പിറ്റൽസിന് ആ നടപടികളൊക്കെ എടുക്കാവുന്നതാണ്. നിയമപരമായ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പാലിക്കാവുന്നതാണ്. ദെൻ ഹോസ്പിറ്റൽ വൈഡ് ഇന്റേണൽ ഓഡിറ്റ് ടു ബി മാനേജ്ഡ് വൺസ് ഇൻ 6 months. 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ത് ചെയ്യണം? ഇന്റേണൽ ഓഡിറ്റ് നടത്തിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ദെൻ 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്ട് ഇൻ എ ഇയർ. ഒരു വർഷത്തിൽ 2 ക്വാളിറ്റി പ്രോജക്റ്റ് എങ്കിലും അവർ അവിടെ നടപ്പാക്കിയിട്ടുണ്ടായിരിക്കണം. അപ്പൊ നടപ്പാക്കിയിട്ടുണ്ടോ? 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്ട്സ് അല്ലെങ്കിൽ 2 ക്വാളിറ്റി പ്രോജക്ട്സ് അവിടെ നടപ്പാക്കിയിട്ടുണ്ടോ എന്ന് ഈ നാബ് അക്രഡിറ്റേഷൻ ടൈമിൽ ചെക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ്. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻസിഡൻസിന്റെയും റിപ്പോർട്ട് അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ ഇതൊക്കെ വിലയിരുത്തുന്നതിനും ഒരു IT ഓപ്പറേഷൻ ടീമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഉണ്ടായിരുന്നു ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. ക്വാളിറ്റി ഇൻഡിക്കേറ്ററിന്റെ മറ്റൊരു പേരായിരുന്നു, എന്തായിരുന്നു മറ്റൊരു പേര് ക്വാളിറ്റി ഇൻഡിക്കേറ്ററിന്റെ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ഓക്കെ, ഇപ്പൊ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാളിറ്റി എന്തായിരുന്നു ഷാരോൺ? ക്വാളിറ്റി മുൻകൂട്ടി എസ്റ്റാബ്ലിഷ് ആയ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ചില ക്രൈറ്റീരിയാസും സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നില്ല. ഇതിന്റെ അളവിനെ സൂചിപ്പിക്കുന്ന ഡിഗ്രിയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, then the next one is indicator. എന്താണ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്? എന്താണ് ഇൻഡിക്കേറ്റർ? ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷന്റെ ബേസിൽ അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ സിസ്റ്റം അല്ലെങ്കിൽ എങ്ങനെ പ്രോസസ് ചെയ്യുന്നു. ഓക്കെ, ഇതിന്റെയൊക്കെ ബേസിൽ ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷന്റെ ബേസിൽ അനലൈസ് ചെയ്യുന്നതിനെയാണ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ അത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയി. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആ ടോപ്പിക് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വരാം. ഓക്കെ ഓക്കെ. ഇനി ഡൗട്ട്, നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല മിസ്സേ. ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എന്നാല് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് റീഡ് ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ മിസ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു.